ഹലോ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈയിടെ ഇട്ട വീഡിയോ എല്ലാവരും കണ്ട് എഴുതുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രതീക്ഷ കൈവിടാതെ എഴുതുക. നല്ല റിസൾട്ട് തന്നെ കിട്ടും. ഞാൻ ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഇട്ടതല്ലേ, എല്ലാവർക്കും അതിന് പ്രയോജനം ചെയ്യണമെന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും അതുപോലെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ചെയ്യുക. അതിന് നല്ല ഫലം തന്നെ കിട്ടും. പിന്നെ ഞാനിപ്പം അതുപോലെ തന്നെ വേറൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അത് നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് ചെയ്താലും നല്ലതായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ അത് ഞങ്ങൾ നിങ്ങളോട് പറയാം. ഈ വരാഹി ദേവി അമ്മയുടെ ഞാൻ ഇടാൻ പോകുന്നത് കേട്ടോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വരാഹി ദേവി അമ്മയുടെ പവർഫുള്ളായിട്ടൊരു മന്ത്രത്തെക്കുറിച്ചാണ്. അത് എല്ലാവർക്കും നല്ല റിസൾട്ട് തരുന്നതാണ്. അത് ഒരുപാട് പേര് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതുമാണ്. അത് വരാഹി ദേവി അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിളിച്ചാൽ വിളിപ്പുറത്ത എന്ത് കാര്യം നമ്മൾ ആഗ്രഹിച്ചാലും എന്ത് നമുക്ക് നടക്കാനുണ്ടെങ്കിലും നമ്മൾ ഈ കാര്യം എഴുതി ഇത് ചെയ്താൽ മതി. നമുക്ക് നല്ല പ്രയോജനം കിട്ടുന്നതാണ്. നമുക്ക് തൊഴിൽ തടസ്സം, പിന്നെ ജോലിയില്ലാതിരിക്കുന്ന ആൾക്കാരൊക്കെ കാണുമല്ലോ, അങ്ങനെ പിന്നെ പിള്ളേരുടെ പഠനത്തിന്, കല്യാണം, അങ്ങനെ നമുക്ക് പല പല കാര്യങ്ങൾ കാണുമല്ലോ. ഈ ഒരു മന്ത്രം നമ്മൾ നിത്യവും ചെയ്യുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അത് ഞാനത് പറയാം. അതിനെക്കുറിച്ച് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യണം. വിശ്വാസത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. നമ്മൾ നടക്കുമോ അല്ലെങ്കിൽ ഇത് അങ്ങനെയുള്ള നടക്കുമോ നടക്കത്തില്ലയോ എന്നുള്ള ഒരു വിശ്വാസക്കുറവ് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല ഇത്. നല്ല വിശ്വാസത്തോടു കൂടി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. വിശ്വാസത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുക തന്നെ ചെയ്യും. അങ്ങനെ ഒരുപാട് പേർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ഈ വരാഹി ദേവി അമ്മ എന്ന് പറയുന്നത് നല്ല ശക്തിയുള്ള ദേവിയാണ്. നമ്മൾ എന്ത് നമ്മൾ ദേവിയോട് അപേക്ഷിച്ചാലും നമുക്കത് നടത്തി തരും. അങ്ങനെ ഒരുപാട് പേർക്ക് ഇതിൻ്റെ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. വരാഹി ദേവി എന്ന് പറയുന്നത് നമുക്കതിനൊരു ചിട്ടയും കാര്യമുണ്ട്. നമുക്ക് ചെയ്യേണ്ട കാര്യം അത് ചെയ്യേണ്ടത് നമ്മൾ രാവിലെ ഇത് ചെയ്യേണ്ടത് നല്ല ശുദ്ധവൃത്തിയായിട്ടൊക്കെ ചെയ്യണം. കുളിച്ചിട്ട് വന്നിട്ട് ഒക്കെ ചെയ്യേണ്ടത് ഇത്. പിന്നെ അത് നമ്മൾ നോൺ വെജ് ഒന്നും കഴിച്ചിട്ട് ചെയ്യാൻ പാടില്ല. പറഞ്ഞപ്പോൾ രാവിലെ ആകുമ്പം കുഴപ്പമില്ലല്ലോ. രാവിലെ നമുക്ക് ഒരു 4 മണി, വെളുപ്പിനെ 4 മണി മുതൽ 12-12:45 വരെ നമുക്കിത് ചെയ്യാം. നട്ടുച്ചയ്ക്ക് 12 മണിക്ക് ചെയ്യാതിരിക്കുന്നത്. അതിനിപ്പുറം വരെ നമുക്ക് ഒത്തിരി സമയമുണ്ടല്ലോ. ആ സമയത്ത് നമ്മളിത് ചെയ്താൽ മതി. നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു ടിപ്പായത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യം വന്നാലും നമുക്ക് സാധിക്കേണ്ടത് സാധിച്ചിരിക്കും. നമ്മൾ നല്ല വിശ്വാസത്തോടു കൂടി ചെയ്താൽ മതി. അത് ഞാൻ പറഞ്ഞില്ലോ, നോൺ വെജ് ഒന്നും രാവിലെ ആകുമ്പോൾ നമ്മൾ കഴിക്കത്തില്ലല്ലോ, നോൺ വെജ് കഴിക്കത്തില്ലല്ലോ. അപ്പോൾ രാവിലെ ഇത് ചെയ്യാവുന്ന കാര്യമാണ്. രാവിലെ ഞാൻ പറഞ്ഞാൽ ഈ വെളുപ്പിനെ 4 മണി മുതൽ 12:45 ചെയ്യാവുന്ന പറയുന്നത്. അത് ചെയ്ത് ഒരുപാട് പേർക്ക് നല്ല ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അമ്മ ഇത് നമുക്ക് നടത്തി തരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യണം കേട്ടോ. നമുക്കിപ്പോൾ ഒരു ജോലിയുടെയാണെന്ന് പറഞ്ഞാൽ ആ ജോലിയുടെ ജോലി എനിക്ക് കിട്ടണേ എന്നുള്ള പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. അത് അമ്മ നമുക്ക് നടത്തി തരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ചെയ്താൽ മതി. ഞാൻ അത് പറഞ്ഞു തരാം. നമുക്ക് അതിന് വേണ്ടത് ഒരു പ്ലെയിൻ വരയിടരുത്. വരയിടാത്ത പേപ്പറായിരിക്കണം. ഇത് ബുക്കിലൊന്നും എഴുതേണ്ട കാര്യമില്ല. വരയിടാത്ത ഇതുപോലുള്ള പ്ലെയിൻ ആയിട്ടുള്ള പേപ്പറായിരിക്കണം. വരയിടാൻ പാടില്ല. പിന്നെ ചുമലമഷി കൊണ്ട് എഴുതരുത്. നമുക്ക് ചുമലമഷി ആകരുത്. നീലമഷിയോ പച്ചമഷിയോ, കറുപ്പ് മഷിയും വേണ്ട കേട്ടോ. ഈ രണ്ടും ഒഴിവാക്കിയിട്ട് നീലമഷി കാണുമല്ലോ, പച്ചമഷി ഇല്ലെങ്കിൽ. പച്ചമഷിയുടെ പേനയുടെ കാര്യം പറഞ്ഞാൽ പച്ചമഷിയുടെ പേന ഇല്ലെന്നുണ്ടെങ്കിൽ നീലമഷിയുള്ള പേന കൊണ്ട് നമുക്ക് എഴുതിയാൽ മതി. അതിന് വെറും പ്ലെയിൻ പേപ്പർ എടുക്കുക. ഇതുപോലെ പേപ്പർ എടുത്തിട്ട് ഞാനിത് കാണിക്കാം. മനസ്സിലാക്കി തരുക. ഇതുപോലെ വരയിടാത്ത പ്ലെയിൻ പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റാർ വരയ്ക്കുക. കണ്ടോ? കാണാമല്ലോ. ഇതുപോലെ സ്റ്റാർ വരയ്ക്കുക. സ്റ്റാർ വരച്ചിട്ട് ഈ ട്രയാങ്കിളിനകത്ത് ഇതുണ്ടല്ലോ, ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇതിനകത്തിൽ വാ 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 എന്നെഴുതുക. കണ്ടോ?
ഇവിടെ കൊണ്ടുണ്ട് ഒരു വായ. ഇങ്ങനെ ഇതിനകത്തിൽ വാ 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 എന്നെഴുതുക. കണ്ടല്ലോ, കാണാമല്ലോ. ഇങ്ങനെ എഴുതുക. എഴുതിയതിന് ശേഷം നമ്മുടെ ഈ ഭാഗം ഒഴിഞ്ഞു കിടക്കുന്നിടമുണ്ടോ, അവിടെ യാ 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 എന്നെഴുതി. എന്നിട്ടിപ്പോൾ ഇങ്ങനെ എഴുതി കഴിയുക. എഴുതിയിട്ട് നമ്മളിപ്പം ആദ്യം നമ്മൾ എഴുതാൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എഴുതിയെന്ന് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഈ പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് ഇതിങ്ങനെ വരയ്ക്കുക. വരച്ചിട്ട് എഴുതാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ എന്ത് കാര്യമാണോ നമുക്ക് സാധിക്കേണ്ടത് അത് ഈ വരാഹി ദേവി അമ്മയോട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നടത്തി തരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് അമ്മയോട് പ്രാർത്ഥിക്കുക, എനിക്കിത് നടത്തി തരണേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചതിന് ശേഷം ഇതെല്ലാം എഴുതേണ്ടത്, ഇതെല്ലാം എഴുതുക. എഴുതിയതിന് ശേഷം ഇതിനകത്തിൽ വജ്രമുഖി ഈ അകത്ത് പ്ലെയിനായിട്ട് കിടക്കുമല്ലേ, ഇതിനകം പ്ലെയിനായിട്ട് കിടക്കണം. ഈ നടുക്ക് വജ്രമുഖി വരാമുഖി ഇതെഴുതി. വജ്രമുഖി വരാമുഖി ഇതിനകത്തിൽ ഇങ്ങനെ എഴുതുക. അപ്പോൾ യവ വജ്രമുഖി യവ വരാമുഖി ഇങ്ങനെ എഴുതിയ കണ്ടല്ലോ. മനസ്സിലായോ പറഞ്ഞത്? കണ്ടല്ലോ. ആദ്യം നമ്മൾ പ്ലെയിൻ പേപ്പർ എടുക്കുക. പേപ്പറിനകത്തിലെ സ്റ്റാർ പോലെ വരയ്ക്കുക. സ്റ്റാർ പോലെ വരച്ചിട്ട് ഈ ട്രയാങ്കിളിനകത്ത് വാ 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 എന്നെഴുതുക. പിന്നെ ഇവിടെ ഈ സൈഡ് ഒഴിഞ്ഞു കിടക്കുന്നില്ല, ഇവിടെ യാ 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 എന്നെഴുതുക. അകത്ത് വജ്രമുഖി വരാമുഖി എഴുതുക. ഇത് നമ്മൾ എഴുതിയതിന് ശേഷം എഴുതി കഴിഞ്ഞല്ലോ. ആദ്യം നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ എഴുതിയത്. പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ താഴോട്ട് മുകളിൽ നമ്മൾ എഴുതി വെച്ചേക്കുക. ഇത് താഴോട്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്തുവാ നടക്കണ്ടേന്ന് വെച്ചാൽ ആവശ്യങ്ങൾ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ഒറ്റ ഒരു കാര്യം നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പാടുള്ളൂ. ഒറ്റ ഒരു കാര്യം അത് ഇവിടോട്ടെ നമ്മളങ്ങ് എഴുതണം. എന്നിട്ട് എത്ര ദിവസമാണോ അത് നമുക്ക് സാധിക്കുന്നിടം വരെ എഴുതുക. നമുക്ക് ഒത്തിരി ദിവസം എഴുതേണ്ട വരികയില്ല. ഇത് നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ്. ഇത് ദേവി നമുക്ക് സാധിച്ചു തരും. അത്രയ്ക്ക് ശക്തിയുള്ള ഒരു ദേവിയാണ് കേട്ടോ വരാഹി ദേവി അമ്മ നല്ല ശക്തിയുള്ള ദേവിയാണ്. അതുകൊണ്ട് ഇത് ചെയ്താൽ പിന്നെ ഒരുപാട് ദിവസം ചെയ്യേണ്ട വരത്തില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് നമുക്ക് നടത്തി തരും കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേ. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് എഴുതി നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തന്നത്. പിന്നെ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്ത് കാര്യമാണെന്ന് പറഞ്ഞാലും പിന്നെ നമ്മൾ നടക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നല്ല നടത്തിത്തരും ദേവി നടത്തിത്തരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്കിത് ചെയ്യണം. ചെയ്താൽ പൂർണ്ണ ഫലം കിട്ടും, 100% ഉറപ്പാണ്. പിന്നെ ഇത് അത്ര ശക്തിയുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു ഇതാണ്. എല്ലാവരും ചെയ്തു നോക്കേ. പിന്നെ നല്ല റിസൾട്ട് കിട്ടുന്നത് ഇത്. പിന്നെ നമുക്കാണെന്നുണ്ട് ഒരുപാട് എഴുതേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ഒരു ദിവസം ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ഇതൊക്കെ ചെയ്യുക. ഇതിൻ്റെ താഴോട്ട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് നമ്മൾ അപ്പം വേണേൽ ബുക്കിലോട്ടാകുമ്പോൾ ഓരോ ദിവസമായിട്ട് ചെയ്യാം. പേപ്പറിലാകുമ്പോൾ എത്ര എന്ന് വെച്ചിട്ടാണ് നമ്മൾ പേപ്പറിനകത്ത് എഴുതാൻ പറ്റുന്നത്, നമുക്ക് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഒരു ബുക്ക് എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പേപ്പറിലായാലും മതി. അല്ലെ അത് പേപ്പറിൽ നടക്കുന്നിടം വരെ ഇത് അവിടെ മടക്കി അല്ലെ എവിടെയെങ്കിലും വെച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മളിത് ചെയ്യുമ്പോൾ ഒരു സ്ഥാനം തിരഞ്ഞെടുക്കണം. ഒരു ശല്യമോ ഒരു ഒച്ചപ്പാടോ ബഹളമോ ആൾക്കാരുടെ ശല്യമോ ഒന്നും പാടില്ല. ഒരു സ്ഥിരമായിട്ട് ഒരിടത്ത് നമ്മൾ ഒരിടം കണ്ടെത്തുക. അവിടെ പോയി സ്ഥിരമായിട്ട് ഒരിടം കണ്ടെത്തി അവിടെ പോയിരുന്ന് ആരുടെ ശല്യമില്ലാതെ ഇത് സ്വസ്ഥമായിട്ട് എഴുതേണ്ട ഒരു കാര്യമാണ്. നടന്നിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിത് ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറയുന്നത്. എനിക്ക് പൂർണ്ണ ഫലം കിട്ടിയിട്ടുണ്ട്. നമ്മൾ നല്ല വിശ്വാസത്തോടുകൂടിയും നടക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ചെയ്താൽ മതി. പൂർണ്ണമായിട്ട് ഇതിനകത്ത് റിസൾട്ട് കിട്ടും. നല്ല സന്തോഷമായിട്ട് ഇതിരുന്ന് ചെയ്യണം. നടക്കുമെന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഒരു ഒച്ചയോ ബഹളമോ ആരുടെ ശല്യമോ ഒന്നും അരുത്. നമ്മളൊരു സ്വസ്ഥമായിട്ട് ഒരു സ്ഥാനം കണ്ടുപിടിക്കുക. സ്ഥിരമായിട്ട് അവിടെ പോയിരുന്ന് നമ്മളിത്
ചെയ്യുക. 4 മണി മുതൽ ഞാൻ പറഞ്ഞില്ല, വെളുപ്പിനെ 4 മണി മുതൽ പിന്നെ ഈ 12:45 വരെ ചെയ്യാം. വൈകിട്ടൊന്നും അല്ല ഇത് എഴുതുന്നത്, രാവിലെ എഴുതാമെന്ന്. അന്നേരം നമുക്കത് നല്ല സൗകര്യമാണ്. വൈകിട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ ആണെങ്കിൽ നോൺ വെജൊക്കെ ഉച്ചയ്ക്കൊക്കെ കഴിക്കുന്നതൊക്കെ അല്ലയോ. അപ്പോൾ നമുക്കത് അതിനേക്കാളും നല്ലത് ഈ സമയമാകുമ്പോൾ നമുക്ക് ശുദ്ധവൃത്തിയായിട്ട് നമ്മൾ കുളിച്ചിട്ടൊക്കെ ഇത് ചെയ്യുവാണെന്നുണ്ടൊരു ദൈവനാമത്തിൽ ചെയ്യുന്നതല്ലോ. നിങ്ങൾ ചെയ്ത് നോക്കുക, പൂർണ്ണ ഫലം കിട്ടുക തന്നെ ചെയ്യും. 100% ഉറപ്പാണ്. ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് അത്ര ശക്തിയായിട്ടുള്ള ഒരു മന്ത്രമായത് കേട്ടോ. ഇത് ചെയ്യുന്നത് നിങ്ങൾക്കിത് പിന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സത്യമായ കാര്യമാണ്. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ഇടുന്നുണ്ട്. വീഡിയോ ഇട്ട് നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം പൂർണ്ണമായിട്ടും എല്ലാം സാധിച്ച് കിട്ടണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനിത് ചെയ്ത് ഇടുന്നതല്ലയോ, നിങ്ങൾക്കതൊരു പ്രയോജനം കിട്ടണ്ടായോ? ഞാനതുകൊണ്ട് നന്നായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആരൊക്കെ ഞാൻ ഈ വീഡിയോ ഇട്ട് എഴുതുന്നവരുണ്ടോ അവർക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.